ഫസ്റ്റ് ഹാഫിലാണ് ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത് വൻ എൻട്രിയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇതേപോലെ ഒരു ഹൈപ്പഡ് എൻട്രി ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ പറയാനുള്ളത് പടം എന്ന് പറയുന്നത് ഓരോ ആർക്കായിട്ടാണ്. ഓരോ നാട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ തീർത്ത് അങ്ങനത്തെ ഒരു ഇതാണ്. ലാസ്റ്റ് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ളൊരു സെക്ഷൻ അത് എൻ്റെ ചെയ്യിക്കുന്നത് വളരെ അടിപൊളി രീതിയിലേക്കാണ്. അടിപൊളി പടം ഒരു ആവറേജ് എന്ന് തോന്നിയുള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ പ്രതീക്ഷ അത്ര ഒരു ഇത് കിട്ടി. ഇല്ല, മാസ് എലമെന്റ്സ് ഒട്ടും കണക്ട് ആയിട്ടില്ല. നമുക്ക് ഇമോഷണലി കണക്ട് ആയാലേ മാസ് എലമെന്റ്സ് നമുക്ക് ഗൂസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയൊന്നും കണക്ട് ആയിട്ടില്ല. അപ്പം റോ ആയിട്ട് പുള്ളിയുടെ ഒരു പടം കാണുന്ന രീതി, ഒരു ഡ്രാമ കാണുന്ന രീതി കണ്ടുകഴിഞ്ഞാൽ ഓക്കെയാണ്. അതെ, ഒരു ഡ്രാമ കാണുന്ന രീതി കണ്ട, അതായത് ഇപ്പം ആമീനൊക്കെ പോലെ നമുക്കൊരു ഡ്രാമ പോലെ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. പക്ഷെ അല്ലാതെ ഒരു ഇമോഷണലി കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മാസോടെ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇത് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. പ്ലെയിൻ ഡ്രാമ പോലെയാണ്, ഒരു നാടകം കാണുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു അത്ര തോന്നുന്നു. പടം നല്ലതായിരുന്നു. പടം നമ്മൾ നമ്മൾ കുറേ പേര് പ്രതീക്ഷിക്കുന്ന പോലെ കൺവെൻഷണൽ മാസ് പടമൊന്നുമല്ല. ഒരു എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിക് ഇപ്പോൾ നിങ്ങൾ വോങ്കർവയുടെ ആഷസ് ഓഫ് ടൈമോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ. ഇതിപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സംഭവമാണ്. അതാണ് മോഹൻലാൽ എന്നുള്ള എന്താ പറയുക ഒരു സ്റ്റാറിൻ്റെ അല്ല, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു ക്രിയേറ്റർ, ഒരു ഡയറക്ടറിൻ്റെ വിഷനാണ്. നല്ല പടമായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളൊരു പുലിമുരുകനും ലൂസിഫറും ഒന്നും പ്രതീക്ഷിച്ച് വരരുത് ശരിക്കും. പക്ഷേ അടിപൊളിയൊരു പടമായിരുന്നു. ഭയങ്കര പ്രത്യേകതയുള്ളൊരു മൂവിയാണ്. ഭയങ്കര രസമായിട്ടുണ്ട്, അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടം, സൂപ്പർ പടം, അടിപൊളി പടം, അടിപൊളി പടം. അടിപൊളി പടം. പടം ഒരു വേറൊരു സ്റ്റൈൽ, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റൈലല്ല. പഴയ പുള്ളിക്ക് MGR-നോടൊക്കെ ഉള്ളൊരു ഇഷ്ടം, ആ സ്റ്റൈലാണ് പടം ചെയ്തിരിക്കുന്നത്. പഴയ MGR പടമൊക്കെ കാണുന്ന പോലെ. പിന്നെ അവസാനമായപ്പോഴത്തേക്ക് വേറൊരു സ്റ്റൈൽ, വേറൊരു തലത്തിലേക്ക് പടം മാറി. കുഴപ്പമില്ല, നല്ല ഫ്രെയിം അടിപൊളി. പിന്നെ അടിപൊളി വിഷ്വൽ മാജിക്കും BGM-ഉം തകർത്തിട്ടുണ്ട് കേട്ടോ, ഉഗ്രനായിട്ടുണ്ട്. വേറെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല കട്ട് ചെയ്ത്, വേറൊരു ഇതാണ്, വേറൊരു രീതിയിലാണ് പടം പോയിരിക്കുന്നത്. പ്രഷർ കാണാന്ന് വെച്ചാൽ ഫ്രെയിം ബേസിൽ കാണാൻ അടിപൊളി പടമാണ്. ഓക്കെ, രണ്ടാം ഭാഗത്തിനായിട്ട് ചെറിയ വെയിറ്റിംഗ്. ഓക്കെ, നല്ലൊരു ഫ്രെയിംസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെൽ ഷോർട്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ എവിടെ ഒരു മിസ്സിങ് പോലെ തോന്നി. എൻ്റെ പേഴ്സണലി ഐ തിങ്ക് ദാറ്റ് ഇപ്പോഴും ആമേൻ തന്നെയാണ് LJPയുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ? ഓ, ഉണ്ട്. ടെക്നിക്കലി സൗണ്ടാണ്, വെൽ ഷോട്ടാണ്. സ്റ്റിൽ എനിക്ക് പേഴ്സണലി ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിർത്തിയ ആ ഒരു എലമെൻ്റ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. വൈൽഡ് വെസ്റ്റ് പടങ്ങളും മറ്റേ സാമുറായി പടങ്ങളും എല്ലാ ഓഡിയൻസിനും കണക്റ്റ് ആവുമെന്ന് അറിയില്ല. അതൊരു LJP പടം തന്നെയായിരുന്നു.